10ാം ക്ലാസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പിരമിഡ് എന്ന് പറയുന്നത്. സാധാരണ 2 മാർക്കിനാണ് നമുക്ക് ആ പിരമിഡ് വരാറ്. അപ്പോൾ ഇത് നമ്മുടെ ബസന്ത് മേര ഗാവ് എന്ന് പറയുന്ന പാഠത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു PYQ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് നമ്മൾ ഈ പിരമിഡായിട്ട് പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കുക, ഒന്നുമില്ല, പിരമിഡിൻ്റെ സാധനം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ചുവന്ന പൂവ്, ഭംഗിയുള്ള ചുവന്ന പൂവ്, മുറ്റത്തുള്ള ഭംഗിയുള്ള ചുവന്ന പൂവ്, അങ്ങനെ നമ്മൾ കൂട്ടി കൂട്ടി എഴുതത്തില്ലേ, അതാണ് പിരമിഡ് എന്ന് പറയുന്നത്. അപ്പോൾ പിരമിഡിൽ ആദ്യം നിങ്ങൾ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നമ്മുടെ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, ആദ്യം തന്നിട്ടുണ്ട് എന്ത്? ലോക സലാ ദേത്തെ ഹേ, ജനങ്ങൾ ഉപദേശം നൽകുന്നു. പിന്നെ തന്നിട്ടുള്ളത് എന്താണ്? ഫുൽദേയി കി ആയോജൻ മേ ബഡേ ലോഗ് ബച്ചോ കോ സലാ ദേത്തെ ഹേ. ഫുൽദേയി എന്ന് പറയുന്ന നമ്മുടെ ആ ഉത്സവം ഉണ്ടല്ലോ, ആ പരിപാടിയിൽ ബഡേ ലോഗ്, വലിയ ആളുകൾ കുട്ടികൾക്ക് ഉപദേശം നൽകുന്നു. ഇതാണ് സംഭവം. ഇനി നോക്കുക, ഈ ഫസ്റ്റ് തന്നിരിക്കുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒന്ന് അടയാളപ്പെടുത്താം. ലോഗ് എന്നുണ്ട്, പിന്നെന്താണ്? സലാ ദേത്തെ ഹേ എന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്? ജനങ്ങൾ ഉപദേശം നൽകുന്നു എന്നുള്ളതാണ്. അപ്പം അടുത്ത് നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്ട്രാ സാധനം കൂട്ടിയിട്ട് വേണം ഈ സെക്കൻഡ് കോളം നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ജനങ്ങൾ കുട്ടികൾക്ക് ഉപദേശം കൊടുക്കുന്നു എന്ന് എഴുതിക്കൂടെ? നോക്കിക്കേ, ലോഗ് ബച്ചോങ്കോ സലാ ദേത്തെ ഹേ. അങ്ങനെ നിങ്ങൾ അർത്ഥം നോക്കിയിട്ട് വേണം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നോക്കിക്കേ, ലോഗ് എന്ന് പറഞ്ഞിട്ട് കൂടെ നമ്മൾ എന്ത് ചേർത്ത് കൊടുക്കുന്നു? ബച്ചോങ്കോ സലാ ദേത്തെ ഹേ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത് നമുക്ക് എന്ത് കൂട്ടി കൊടുക്കാം? നോക്കിക്കേ, നമ്മൾ ഇവിടെ ജനങ്ങൾ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ബഡേ ലോഗ്, വലിയ ആളുകൾ കുട്ടികൾക്ക് എന്താണ്? സലാ ദേത്തെ ഹേ, ഉപദേശം കൊടുക്കുന്നു എന്ന് എഴുതാം. ഇവിടെ ഒരു ബഡേ മാത്രം കൂട്ടി കൊടുത്താലും മതി, അല്ലെങ്കിൽ ആയോജൻ മേ ബഡേ ലോഗ് എന്ന് എഴുതാം. എങ്ങനെ എഴുതിയാലും ശരിയാണ് കേട്ടോ. അപ്പം എന്താണ്? ബഡേ ലോഗ് ബച്ചോങ്കോ സലാ ദേത്തെ ഹേ എന്ന് അങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇങ്ങനെയാണ് നമ്മുടെ പിരമിഡ് എഴുതുന്നത് കേട്ടോ. അതായത് അർത്ഥം മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കറക്റ്റ് വേർഡ് കൂട്ടി കൂട്ടി കൊടുക്കുക, അതാണ് പിരമിഡ്. അപ്പോൾ ഇനി പിരമിഡ് വന്നിട്ടുണ്ടെങ്കിൽ ആരും തെറ്റിക്കാൻ പാടില്ല. എങ്ങനെ നോക്കിയാലും ഒരു മാർക്കെങ്കിലും കിട്ടാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, ആരും വിട്ട് കളയരുത് കേട്ടോ. ഓക്കെ, ബൈ.